നമസ്കാരം, ഞാൻ സുജിത് ലാൽ സുധൻ ഫ്രം റെയിൻലാബ് ടെക്നോളജീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, മാസ്റ്റർ ഓട്ടോമോട്ടീവ് ടെക്നീഷ്യൻ. ഇപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾ എന്തൊക്കെ ലേൺ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ടെക്നീഷ്യൻ പെർസ്പെക്റ്റീവ് കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സിൽ നമ്മൾ ഒരു ടെക്നീഷ്യനെ അറിയേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ പ്രാക്ടിക്കലായിട്ടും തിയറട്ടിക്കലായിട്ടും ഫുള്ളും തന്നെ കവർ ആകും. ഒരു ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു കാറിലുള്ള സിസ്റ്റംസ് ഒക്കെ എങ്ങനെ വർക്ക് ആവുമെന്ന് അറിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് എന്താണെന്ന് പറഞ്ഞാൽ ഡയഗ്നോസ് ചെയ്ത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം നമ്മൾ കാറിലുള്ള ഈച്ച് ആൻഡ് എവറി സിസ്റ്റംസ്, ഇൻടേക്ക്, എക്സോസ്റ്റ്, കൂളിംഗ്, ലൂബ്രിക്കേഷൻ, ഫ്യൂൽ സിസ്റ്റം, അങ്ങനെ ഓരോ ദിവസം ഓരോ സിസ്റ്റം നമ്മൾ പഠിപ്പിക്കും. അപ്പോൾ ആ സിസ്റ്റത്തിൽ തന്നെ അതിനകത്ത് വരുന്ന സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ്, അതിൻ്റെ ഫംഗ്ഷൻസ് എന്താണ്, വർക്കിംഗ് എങ്ങനെയാണ്, ഇപ്പോൾ ഒരു സെൻസർ വർക്ക് ആവുന്നുണ്ടില്ലേ എന്ന് പറഞ്ഞ് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ തിയറട്ടിക്കലി ആൻഡ് ഓൾസോ പ്രാക്ടിക്കലി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ തിയറി ക്ലാസ്സസ് ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ കാറിലുള്ള അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് സിസ്റ്റംസ് ഒക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ സിസ്റ്റംസ് നിങ്ങൾക്ക് കാണിച്ച് അതെന്താണ് കോമ്പനൻറ്റ്, അത് എവിടെയായിരിക്കും പ്ലേസ്മെൻറ്റ്, അതിൻ്റെ ഫംഗ്ഷൻസ് എന്താണ്, വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പനൻറ്റ് വിഷ്വലായിട്ട് കാണിച്ച് തന്നെ നിങ്ങൾക്ക് ഇതാക്കും. സോ ആഫ്റ്റർ ദ ക്ലാസ് നമ്മൾ അത് കാറിലും തന്നെ അത് എവിടെയാണുള്ള കോമ്പനൻറ്റ് പ്ലേസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ തിയറി ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, ഇനി നമ്മൾ പ്രാക്ടിക്കൽസ് ഏതൊക്കെ വണ്ടിയിൽ എന്തൊക്കെ പ്രാക്ടിക്കൽസാണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് ഒരു സ്കോഡ സൂപ്പർബ് 1.8 TSI വെഹിക്കിളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ പ്രാക്ടിക്കൽസ് ചെയ്യും. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമ്മൾ എൻജിന് ഇപ്പോൾ പുറത്ത് എടുത്ത് വെച്ചേക്കുവാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എഞ്ചിനിൽ ടർബോ ഒക്കെ ബാക്ക് സൈഡാണ് വരാം. അപ്പോൾ ടർബോ ഒക്കെ പഠിക്കാനായിട്ട്, ടർബോയിൽ വരുന്ന ആക്ച്വേറ്റർ ഒക്കെ പഠിക്കാനായിട്ട് നമ്മൾ എഞ്ചിൻ പുറത്തെടുത്ത് വെച്ചേക്കും. ഈ എഞ്ചിൻ പുറത്തുള്ളതുകൊണ്ട് നമുക്ക് ഇത് എഞ്ചിൻ ബേനകത്തുള്ളപ്പോൾ നമുക്ക് വിഷ്വലായിട്ട് കാണാൻ പറ്റാത്ത സിസ്റ്റംസ് ഒക്കെ തന്നെ നമുക്കിതിൽ റിയലായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഓരോരോ കോമ്പണൻസിൻ്റെ പ്ലേസ്മെൻറ്റ്സും ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ കണ്ട് നമുക്ക് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമ്പോഴത്തേക്കും നമുക്ക് ആക്ച്വൽ കാറിൽ ഒരു എഞ്ചിൻ ബേയുടെ അകത്തൊരു എഞ്ചിനുള്ളപ്പോൾ അതൊക്കെ എവിടെയാണെന്ന് പറഞ്ഞിട്ട് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് ടർബോയുടെ ആക്ച്വേറ്റേഴ്സ്, ലൈക്ക് ട്രാൻസ്മിഷൻ, അങ്ങനെ നോർമലി എഞ്ചിൻ ബേക്കകത്ത് നമുക്ക് വിഷ്വലി കാണാൻ പറ്റാത്ത സംഭവമൊക്കെ നമുക്കിങ്ങനെ എളുപ്പം കാണാനായിട്ട് നമ്മൾ ഈ എഞ്ചിൻ പുറത്ത് വെച്ച് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊരു 1.8 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ഇതിനകത്ത് നമുക്ക് എഗെയിൻ നമുക്ക് NA കാറിലുള്ള കോമ്പനൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് വോൾ ടൈമിംഗ് ആണ്. ഒരു എഞ്ചിനിൽ വോൾ ടൈമിംഗ് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഈ എഞ്ചിനിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എഞ്ചിനെ പറ്റി മാത്രമല്ല ഗിയർ ബോക്സിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ലൈക്ക് മാനുവൽ ട്രാൻസ്മിഷൻ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, DSG ഗിയർ ബോക്സ്, ടോർക്ക് കൺവേർട്ടർ. ഇതൊരു DSG ഗിയർ ബോക്സിൻ്റെ മെക്കട്രോണിക്സ് യൂണിറ്റാണ്. ഇതിലുള്ള സോളിനോയിഡ്സ് ഒക്കെ എങ്ങനെ ഫംഗ്ഷൻ ആവും, എങ്ങനെയാണ് ഗിയേഴ്സിനെ ആക്ച്വേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തിയറട്ടിക്കലി ആൻഡ് ഓൾസോ പ്രാക്ടിക്കലി തന്നെ പഠിപ്പിക്കുന്നതാണ്. ഈ സ്കോഡ സൂപ്പർബ് ഇന്റീരിയർ ഫുള്ള് നമ്മൾ സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇതിനകത്താണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺട്രോൾ മോഡൽസ് ഒക്കെ എവിടെയൊക്കെയാണ് പ്ലേസ് അയക്കുന്നത്, ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഒക്കെ എങ്ങനെയാണ്, വയറിംഗിലൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പഠിക്കുക. ഇതൊരു റേസ് സ്പെക് എസ്റ്റീമാണ്. ഇത് നമ്മൾ ലൈക്ക് റേസ് ട്രാക്കിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിലാണ് നമ്മളിപ്പോൾ സസ്പെൻഷൻ പ്രാക്ടിക്കൽസും ബ്രേക്ക് പ്രാക്ടിക്കൽസും ഒക്കെ പഠിപ്പിക്കുന്നത്. ആൻഡ് ഓൾസോ ഇതിലാണ് നമ്മൾ എഞ്ചിൻ ഡിസസംബിൾ അസംബിൾ പ്രാക്ടിക്കലും ചെയ്യുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ലോറ 2 ലിറ്റർ TDI. ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടൂൾസ് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്നതും ഓസ്ലോസ്കോപ്പ് പഠിപ്പിക്കുന്നതൊക്കെ. ഈ ഒരു വണ്ടിയിൽ അത്യാവശ്യം എല്ലാ കൺട്രോൾ മോഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സിസ്റ്റംസും തന്നെ ഇതിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും. നമ്മളിൽ മിക്ക ആൾക്കാരും യൂട്യൂബിൽ നോക്കിയും ഡയഗ്നോസ്റ്റിക് ടൂൾ പഠിപ്പിക്കുന്ന സ്ഥലത്ത് മാത്രം ടൂൾ മാത്രം പഠിപ്പിച്ചിട്ട് എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്തിട്ട് ഇത് മാത്രം അറിഞ്ഞാൽ മാത്രം പോരാ. ഒരു ടൂളിൽ നമുക്കൊരു എറർ കോഡ് കാണിക്കുവാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ആവുന്നത്, എവിടെയൊക്കെ ഫോൾട്ട് വന്നാൽ ഇങ്ങനത്തെ ഒരു കോഡ് കാണിക്കുക എന്നുള്ളത് അറിയണം. ഇവിടെ റെയിൻലാബിൽ നമ്മൾ റൂട്ട് കോസ് തൊട്ട് എങ്ങനെയാണ് ഈ ഫോൾട്ട് ഐഡൻറ്റിഫൈ എന്നുള്ളത് വരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് മാസ്റ്റർ ടെക്നീഷ്യൻ മാത്രമല്ല, EC ട്യൂണിംഗ് ആൻഡ് റീമാപ്പിംഗ്, ECU റിപ്പയർ, ഇലക്ട്രിക് വെഹിക്കിൾ റിപ്പയർ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് എന്നുള്ള ഡിഫറെൻറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് കോംബോ ഓഫേഴ്സും പോകുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യൂ റെയിൻലാബ് ടെക്നോളജീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്.